ജോസ് കെ മാണിക്ക് LDF വലിയ സ്വാധീനമൊന്നുമില്ല എന്നായിരുന്നു ജോസഫ് ഗ്രൂപ്പുകാരുടെ കളിയാക്കൽ. ഇപ്പോൾ എല്ലാവർക്കും കാര്യം തിരിഞ്ഞല്ലോ. പാലാ നഗരസഭാ അധ്യക്ഷനാവേണ്ട CPM പ്രതിനിധി ആരാന്ന് പോലും തീരുമാനിക്കാനുള്ള പവർ ആ മുന്നണിയിൽ ജോസ്മോനുണ്ട്. CPM നേതാവ് ബിനു പുളിക്കക്കണ്ടത്തെ വെട്ടാൻ ജോസ്മോനെ പ്രേരിപ്പിച്ചത് 3 കാര്യങ്ങളാണെന്നാണ് വക്രബുദ്ധിക്കാർ പറയുന്നത്. 1, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലാ പാലത്തിനക്കരെ ജോസ്മോന് വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ബിനു ആണെന്ന സംശയം. 2, ബിനു അധ്യക്ഷനായാൽ പാലാ നഗരത്തിൽ ജോസ്മോൻ്റെ കളി നടക്കൂല എന്നുള്ള തോന്നൽ. 3, പണ്ട് കേരള കോൺഗ്രസ്സുകാരനെ ബിനു തല്ലിയതിൻ്റെ പക. ആ തല്ല് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന തല്ലുമല്ല. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. തനിക്ക് ഇത് വിഷ്വൽസ് എല്ലാം കണ്ടാൽ മനസ്സിലാവുമല്ലോ. യാതൊരു പ്രകോപനവും ഇല്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്തോ വളരെ പ്രകോപനപരമായിട്ട് വന്ന് എന്നെ മർദ്ദിക്കാനുണ്ടായത്. നീ ഇങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ 2 കൈയും പുറകോട്ട് കെട്ടി നിന്ന ആളാണ്. എൻ്റെ താടിക്കെട്ട് വന്ന് തല്ലി. മനുഷ്യൻ്റെ റിഫ്ലക്സ് ആക്ഷൻ പോലെ ഞാൻ ഈ കൈ കൊണ്ടൊന്ന് തിരിച്ചു തല്ലി. പക്ഷേ ഏച്ചി പോയതേ ഉള്ളൂ. അതിനുശേഷം കൗൺസിൽ തീരുന്ന മുറയ്ക്ക്, കാരണം വനിതാ കൗൺസിലേഴ്സൊക്കെ ഇങ്ങനെ വല്ല പ്രകോപനം വരും സൂക്ഷിക്കണമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ചെയർമാനും ഈ പറഞ്ഞ അദ്ദേഹം കൂടെ മിണ്ടിക്കൊണ്ടിരുന്നപ്പം ഞാൻ അപ്പുറത്ത് മാറി നിന്നപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ പെടലിക്കിട്ട് വെട്ടുമായത് ഇങ്ങനെ. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ ദൃശ്യത്തിൽ അങ്ങനെ തല്ലുന്നില്ല, അവർ കൈ ഉയർത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. തച്ചിട്ട സാറേ, കൈമല്ല ഇങ്ങനെ വീശിയതേ ഉള്ളൂ. നീയാണല്ലേ ഇവിടുത്തെ വലിയ വീശുകാരൻ? അത് വന്നിട്ടുണ്ട്. അല്ലാതെ അത് സ്വാഭാവികമായി അത്ര വല്ലാതെ വേറെ ഒരു മർദ്ദനവും അവിടെ ഉണ്ടായിട്ടില്ല. അടി കൊള്ളുന്ന കണ്ടിട്ടില്ലല്ലോ, കൈ ഇങ്ങനെ ഉയർത്തി. ഈ ബിനു പുളിക്കക്കണ്ടം ഇനി വെട്ടു ചെയ്ത് ഞാൻ തല കറങ്ങി താഴെ പോയി. അതാണ് സംഭവിച്ചത്. അടി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അടി ആരംഭിക്കും. കൂടുതൽ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അടി ആരംഭിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇനി കൂടുതൽ അടി കൊള്ളാതെ അവർ നോക്കട്ടെ കേരള കോൺഗ്രസ്സുകാർ. അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും ജോസ്മോൻ്റെ കേരള കോൺഗ്രസ്സിന് അറിയാം. കോൺഗ്രസ് തന്ന അടിക്ക് മുന്നണിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിട്ടാണ് ജോസ്മോൻ തിരിച്ചടി കൊടുത്തത്. ഇതിപ്പോൾ പാലായിൽ ഒരാളുടെ നഗരസഭാ ചെയർമാൻ സ്ഥാനം തട്ടിത്തെറിപ്പിക്കുന്ന കേസല്ലേ, നിസാരം. രാഷ്ട്രീയത്തിൽ ചില ചൂടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. പാലാപോരിൽ ജോസ് കെ മാണിക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞ CPM അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു പുളിക്കക്കണ്ടത്തെ തഴഞ്ഞു. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ജോസ്മിൻ ബിനോയെ നോമിനേഷൻ കൊടുപ്പിക്കാനും ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ തീരുമാനം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. കൂടുതൽ കാര്യങ്ങൾ പറയും. അത് ഇന്ന് 11 മണിക്കത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്തു, ചെയർമാനെ തിരഞ്ഞെടുത്തു. അവിടുത്തെ എല്ലാ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഈ പറയുന്ന വാർത്തകളൊക്കെ ചില ആളുകൾ ശ്രദ്ധിക്കുന്നതാണ്. വെള്ളക്കുപ്പായം കാണുമ്പോൾ ബിനു പുളിക്കക്കണ്ടത്തിന് ജോസ്മോൻ ഓർമ്മ വരും. അതുകൊണ്ടിപ്പോൾ വെള്ളക്കുപ്പായം ഉപേക്ഷിച്ചു. പെട്ടെന്ന്
എന്തിനാ ഈ കറുത്ത കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ലല്ലോ. കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ല. അപ്പൊ പ്രതിഷേധത്തിന്റെ പ്രതിഷേധമല്ല. ജോസൻ ബിനോയ് എന്ന ഞാൻ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാഷ്ട്രീയമാവുമ്പോൾ വൈറ്റും ബ്ലാക്കും ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ ബിനു വല്ലാണ്ടങ്ങ് മോഹിച്ചു പോയി. അതുകൊണ്ട് സീൻ വല്ലാണ്ടങ്ങ് ഡാർക്കായി. മോഹഭംഗം വന്നുകൊണ്ട് രാഷ്ട്രീയ ഒളിച്ചോട്ടം നടത്തുമെന്ന് പ്രതീക്ഷിച്ച് പല ശുഭ്ര വസ്ത്രധാരികളും ഇന്ന് ഇവിടെ എത്തും എന്ന് ഉറപ്പുള്ളതിനാലാണ് ഞാൻ ഈ കറുപ്പ് വസ്ത്രം ഇന്ന് ഇവിടെ ധരിച്ചത്. ചതിയുടെ ദിനമായ ഇന്ന് ഒരുപക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് പ്രതിഷേധത്തിന്റെ സ്വരമായി വ്യാഖ്യാനിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ സൂചിപ്പിച്ചത്. ആ ഒരു നിറത്തെ വെറുത്തു പോകരുത് എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിജയത്തിൽ അവർ വലിയ വിജയം നേടിയെന്ന് അവർ അവകാശപ്പെടുമ്പോൾ അതിനൊക്കെ കാലം മറുപടി തരും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കോവിന്ദൻകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇവിടെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറയും എന്താണെന്ന് അറിയത്തില്ല, പാലാ നഗരസഭയിലേക്ക് ഇനി പോകുമ്പോൾ പിൻവാതിലിലൂടെ MP ആയ ചിലരെയൊക്കെ കാണുമ്പോൾ അറിയാതെ കറുത്ത വസ്ത്രമാണ് കയ്യിലേക്ക് കടന്നു വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെയാണല്ലോ മച്ചമ്പി. ബിനു പുളിക്കക്കണ്ടം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജോസ് മോനെ ഇനി വെറുതെ വിടാൻ ഉദ്ദേശമില്ല. വ്യക്തിയാധിഷ്ഠിത പാർട്ടിയല്ല CPM. ഞങ്ങളുടെ സന്തോഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ മേൽ കമ്മിറ്റികളാണ്. ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെയാണ്. അല്ലെങ്കിൽ ഒരു തറവാട് കേന്ദ്രീകരിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കിണറ്റിലെ തവളകളല്ല ഞങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക? അവന് എവനോടാ ദേഷ്യം മുഴുവൻ. നാളങ്ങളിൽ ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം CPM-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും ഈ രാഷ്ട്രീയ ചതിക്ക് താങ്കൾ മുതിരരുതായിരുന്നു എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പാലായിലെ കാര്യം പാലായില്. അവിടെ നടക്കേണ്ടത് മുറ പോലെ നടക്കുന്ന കേരള കോൺഗ്രസ്. ആരാകട്ടെ ഞങ്ങളുടെ 10 പേരും അവരെ പൂർണ്ണമായി ആരായാലും ഞങ്ങൾ വോട്ട് ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. പത്രക്കാരോട് ടിവിക്കാരോട് ഒന്ന് പറയുകയും അത് പറഞ്ഞു തീരും മുമ്പ് തന്റെ വാലാട്ടികളായ അണികളെ കൊണ്ട് പത്രപ്രസ്താവന നടത്തിച്ചുകൊണ്ട് തനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാസത്തിനെ പോലെ കൈ കഴുകുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഭിന്നതകൾക്കുള്ള മറുപടിയാകും നാളുകളിലെ പാലായിലെ രാഷ്ട്രീയ പ്രവർത്തനം, പാലാ നിയോജക മണ്ഡലത്തിലെ പൊതുപ്രവർത്തനം എന്ന ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, സൂക്ഷിക്കണം. വാവെടുക്കാറായി. എപ്പോഴാ ഇളകുന്നതെന്ന് ആർക്കറിയാം. ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. വരട്ടെ. സംഗതി ഇത്ര വലിയ സംഭവമായിട്ടും കോൺഗ്രസ് നേതാക്കളാരും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നതാണ് പോയിന്റ്. ജോസ് മോനെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കോൺഗ്രസും ചിന്തിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ജോസ് മോൻ സങ്കടപ്പെടുന്നത് കാണാൻ ആർക്കും ഇഷ്ടമല്ല. ബിനുവിന്റെ സങ്കടം കാണാൻ ആരും ഇല്ലേനും. ഞാനിത് സൂചിപ്പിക്കട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ചെയർമാനായിട്ട് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാകണം. എന്നാൽ ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ എന്റെ മനസാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗൃഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗൃഹനാഥ മുതലാളി എന്നാ, എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ചില ആളുകൾ ഇടപെടുന്നതായിട്ടാണ് അവിടെ മനസ്സിലായിട്ട്. ചില വോട്ട് ബാങ്ക് താല്പര്യങ്ങളായിരിക്കണം അതിന്റെ പിന്നിലുള്ളത്. മീനച്ചിലേറെ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെ മുന്നണി മര്യാദയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കെങ്കിലും പാലായിൽ കണ്ടത് എന്താണെന്ന് അവരാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതായിട്ടില്ല. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജോസ് കെ മാണിയുടെ
ഈ ധാർഷ്ട്യം അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ജോസ് കെ മാണി അടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു